വി അൻവർ ഏതാണ്ടങ്ങ് മലത്തിയടിച്ച മട്ടാണ് ഇപ്പോൾ കാണുന്നത്. വി അൻവർ ആരാണ്? നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ചതിയനെന്ന് വിളിച്ച, കൊള്ളരുതാത്തവനെന്ന് വിളിച്ച, രാഷ്ട്രീയ കേരളത്തിൽ നിലമ്പൂർ ഒരിക്കലും കൈ ചേർത്ത് നിർത്താൻ കഴിയാത്ത ആര്യാടൻ ഷൗക്കത്താണ് എന്ന് പോലും പറഞ്ഞ് നിലപാടുകളിൽ ഒരിക്കലും ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു നേതാവായി മാറിയ വി അൻവർ ഇപ്പോൾ അങ്ങോട്ടെല്ലാം മലർത്തിയടിക്കുമെന്ന് കോൺഗ്രസ്സുകാർ പറയുമ്പോൾ അൻവർ ഇങ്ങനെ ബേപ്പൂരിൻ്റെ തെരുവിലൂടെ അങ്ങാടികളിലൂടെ നടന്നിട്ട് പറയാ, മത്സരിക്കാൻ റിയാസിന് ഈ നാട് ഒരുക്കമല്ലെങ്കിൽ തോറ്റുപോയി എന്ന് സമ്മതിക്കാനുള്ള ആണത്തം ഉണ്ടാവണമെന്ന് എല്ലാം അൻവർ തന്നെ ഉറപ്പിക്കുന്നു. അൻവർ തന്നെ മറുപടിയും പറയുന്നു. ഇന്ന് വരെ റിയാസ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല. കാരണം ശക്തമായ മത്സരം ബേപ്പൂർ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് സൈബറിടങ്ങൾ പറയുന്നതിന് പ്രതികരിക്കേണ്ട ആവശ്യമില്ല ഒരു കറകളഞ്ഞ നേതാവിന്. ചെയ്തു വെച്ച വികസനങ്ങൾ, ബേപ്പൂരിൻ്റെ ഓരോ മുക്കിലും മൂലയിലും റിയാസ് എന്ന യുവ നേതാവിൻ്റെ കൃത്യമായുള്ള ഇടപെടലുകൾ, 5 വർഷം മരുമോനിസം എന്ന ഒരൊറ്റ വാക്ക് മാത്രം പറഞ്ഞു കോൺഗ്രസ് ആക്രമിക്കാൻ നോക്കുമ്പോഴും ഒന്ന് പ്രതിരോധിക്കുക പോലും വേണ്ട റിയാസിന് ബേപ്പൂരിൽ, കേരളത്തിൽ. കാരണം ആ നാടറിയുന്ന നേതാവാണ് റിയാസ്. അവിടെ വന്നിട്ടാണ് വെറുതെ ഇങ്ങനെ അങ്ങാടിയിൽ വെറുതെ കിടന്ന് കാര്യങ്ങൾ പുലമ്പുന്നത് പോലെ വി അൻവർ ഇങ്ങനെ പറയുന്നത്. മരുമോനിസത്തെ ഈ നാട് മടുത്തിരിക്കുന്നു. ഈ നാട്ടിൽ വികസനങ്ങളില്ല. ഈ നാട്ടിലെ മാർക്കറ്റിൽ ചെളുക്കുണ്ടാണ്. വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്നു. ഒരു കാരണവുമില്ലാതെ വെറുതെ ഇങ്ങനെ ഒരു ഷോ ഓഫ് കാണിച്ച് അൻവർ പറഞ്ഞു പോവുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിൽ കോൺഗ്രസ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ മുഴുവനും പറഞ്ഞു വെക്കുകയാണ്, ബേപ്പൂർ വരാൻ പോകുന്നത് വലിയ തെരഞ്ഞെടുപ്പാണ്, വലിയ മത്സരമാണ്. അവിടെ ഒരു നെക്ക് ടു നെക്ക് കളിയുമല്ല, അതിനു മുകളിൽ ഇപ്പോഴേ അൻവർ ജയിച്ചു എന്നുള്ള മട്ടിൽ 100% ഉറപ്പിച്ച് ബേപ്പൂരിൻ്റെ മണ്ണ് പറയുന്നുണ്ട്. റിയാസ് എന്ന് പറയുന്ന യുവ നേതാവ് ഇനിയും ആ മണ്ണിൽ നിന്ന് ജയിച്ചു കയറുക തന്നെ ചെയ്യും. അൻവർ പറയുന്നത് പോലെ ഇലക്ഷന് മാത്രം വരുന്ന ഒരു നേതാവല്ല ബേപ്പൂരിന് റിയാസ്. കൃത്യമായി ഈ നാടിനെ അറിയുന്ന, ആ നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് പ്രവർത്തിച്ച റിയാസ്. ഇന്ന് കാന്തപുരത്തെ കാണാൻ റിയാസ് പോയതിനും അൻവർ പറയുന്നുണ്ടായിരുന്നു, പറയാനൊന്നുമില്ലാതെ റിയാസ് എന്ത് ചെയ്യുന്നോ അത് നോക്കി അതിനൊരു കമൻറ്റ് പറയുക. സോഷ്യൽ മീഡിയ കോൺഗ്രസ് ഹാൻഡിലുകൾ അതിനെ എടുത്ത് വലിയ ചർച്ചയിലേക്ക് കൊണ്ടുവരിക, ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുക. കോൺഗ്രസ് കൃത്യമായി എന്നും ചെയ്യുന്ന ആ വിഷയം തന്നെയാണ് ബേപ്പൂരിലും വലിയ രീതിയിൽ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. 100% ഉറപ്പാണ്, ബേപ്പൂരിൽ മത്സരമില്ല കേട്ടോ. കാരണം കറകളഞ്ഞ നേതാവ് വികസനം പറഞ്ഞ് വോട്ട് തേടുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പിലേക്കാണ് ബേപ്പൂർ കടന്നു പോകുന്നത്.